എലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്കെതിരെ സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്ന് പ്രമേയം പാസാക്കി ഗ്രാമപഞ്ചായത്ത്. വൻ ഭൂരിപക്ഷത്തിലാണ് പദ്ധതിക്കെതിരെ ഗ്രാമസഭയിൽ പ്രമേയം പാസാക്കിയത്. പദ്ധതിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അതിനിടെ പഞ്ചായത്തിനെ പരിഹസിച്ച് മന്ത്രി എം.ബി. രാജേഷ് രംഗത്തെത്തി. പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ല എന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും സർക്കാർ പുറകോട്ട് പോവാത്ത പശ്ചാത്തലത്തിലാണ് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഗ്രാമസഭ ചേർന്നത്. ഗ്രാമസഭയിൽ പദ്ധതിക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് വൻ ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ ചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു. പദ്ധതിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ഗ്രാമസഭയിൽ ഈ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. അത് വൈസ് പ്രസിഡന്റ് വായിച്ചു. ആ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് ഉണ്ടായത്. ആ ചർച്ചയിൽ നാട്ടുകാരും LDF മെമ്പർമാരും BJPയുടെ മെമ്പർമാരും കോൺഗ്രസിൻ്റെ മെമ്പർമാരും എല്ലാവരും സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു. ആ പങ്കെടുത്തിട്ട് ആ പ്രമേയം വോട്ടിനിടുകയാണ് ചെയ്തത്. വോട്ടിനിട്ട് എല്ലാവരും പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് ആ പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയമാണ്. നാട്ടുകാർ ഒന്നടങ്കം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നടങ്കം ഈ കമ്പനി ഇവിടെ വരരുത്, കാരണം മണ്ണും ജലവും കൃഷിക്കും കുടിവെള്ളത്തിനും ദോഷം ഉണ്ടാക്കുന്ന ഈ കമ്പനി ഇവിടെ വരരുത് എന്ന് ഒറ്റ സ്വരത്തിൽ പറയുകയാണ് ഉണ്ടായത്. 179 ആൾ പങ്കെടുത്ത ഒരു ഗ്രാമസഭയായിരുന്നു. ഇനി നമ്മൾ ഈ മണ്ണുക്കാട് പ്രദേശത്ത് തന്നെ 6-ാം വാർഡിൽ വീണ്ടും ഗ്രാമസഭ വിളിക്കാൻ പോവുകയാണ്. ഇത് അതിനോട് ചേർന്ന് കിടക്കുന്ന വാർഡ് 7-ാം വാർഡിലാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഗ്രാമസഭ ഉണ്ടായിരുന്നത്. എന്നാൽ വിഷയത്തിൽ പഞ്ചായത്തിനെ പരിഹസിച്ചും ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനിയെ പിന്തുണച്ചും മന്ത്രി എം.ബി. രാജേഷ് രംഗത്തെത്തി. എല്ലാം നടക്കുന്നത് നിയമാനുസൃതമായാണ്. പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ല. ആശങ്കയുള്ളത് മുഴുവൻ പ്രദേശവാസികൾക്കല്ല എന്നും രാജേഷ് പറഞ്ഞു. നിയമാനുസൃതമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നല്ലേ ഇതൊക്കെ തെളിയിക്കുന്നത്. നിയമാനുസൃതം നടക്കുമെന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മന്ത്രിസഭ അന്ന് തത്വത്തിൽ അനുമതി കൊടുത്തത് ബാക്കി എല്ലാ അനുമതികളും കിട്ടുന്നതിന് വിധേയമായിട്ടാണ്. ബാക്കി അനുമതികൾ അവർ നിയമാനുസൃതം നേടണം. നിയമാനുസൃതം നേടിക്കഴിഞ്ഞാൽ നയപരമായിട്ട് ഇപ്പോൾ തടസ്സമില്ല. നാട്ടിലൊരു നിയമമുണ്ട്. ആ നിയമത്തിന് മുകളിൽ ഒരു പഞ്ചായത്തിനും പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ പഞ്ചായത്തുകൾ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളല്ലല്ലോ. യൂണിയൻ ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരപരിധിയുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരപരിധിയുണ്ട്, പഞ്ചായത്തുകൾക്കും അതിൻ്റെ അധികാരപരിധിയുണ്ട്. ഇപ്പോൾ നാട്ടിലുള്ള നിയമത്തിന് വിധേയമായിട്ട് ഏത് സർക്കാരിനാണെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും, പഞ്ചായത്തുകൾക്കും അത്രേ പറ്റൂ. പാലക്കാട് നടന്ന എക്സൈസിൻ്റെ സെമിനാറിലും മന്ത്രി രാജേഷ് സംസ്ഥാനത്ത് സ്പിരിറ്റ് നിർമ്മാണം വർദ്ധിപ്പിക്കുമെന്ന് ആവർത്തിച്ചു. ജനം, പാലക്കാട്.